കൊച്ചിയിൽ നടന്ന ആ റാഗിങ്ങും സ്യൂസൈഡ് ഇഷ്യൂവും ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ബീങ് എ ടീച്ചർ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ വല്ലാതെ വിഷമം തോന്നി. കാരണം നമ്മൾ നമ്മുടെ സ്കൂളിൽ മക്കളെ പറഞ്ഞയച്ചു വിടുന്നത് അതോറിറ്റീസ് അതല്ലെങ്കിൽ ടീച്ചേഴ്സ് വിൽ ടേക്ക് കെയർ എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ആ ഒരു ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ സ്കൂൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതോറിറ്റീസ് ഇഫ് ദേ ഫെയിൽ ടു ഡു സോ പിന്നെ അതിൽ കാര്യമില്ല. കാരണം എന്താ പറയുക, ഒരു കുഞ്ഞിനെ ടോയ്ലറ്റിൽ ഇരിക്കിപ്പിക്കുക, അതല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ ഫേസ് അവിടെ വെച്ച് ഫ്ലഷ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ദ ഹെൽ ദി അതോറിറ്റീസ് ആൻഡ് ടീച്ചേഴ്സ് ആർ ഡൂയിങ് ദെയർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അത്രയും ഇറസ്പോൺസിബിൾ ആണ് അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് വേണം പറയാനായിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല. കാരണം ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ ഒരു കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഓക്കെ, ഇറ്റ് ക്യാൻ ബി അക്കാഡമിക്, അതുപോലെ തന്നെ എന്താ പറയുക ദർ പേഴ്സണൽ തിങ്സ്, ലവ്, ഇൻഫാക്ച്വേഷൻസ്, ഇതൊക്കെ ഇൻസൈഡ് സ്കൂൾ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് ടു എൻക്വയർ ഓൾ അബൌട്ട് ദാറ്റ് ആൻഡ് ഇൻഫോം ദി പേരൻസ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ പേരൻസിൻ്റെ സൈഡിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം അവർക്ക് ഈ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ ടീച്ചേഴ്സ് കുറ്റം പറയാൻ നേരത്തെ എൻ്റെ മോൻ അങ്ങനെയൊന്നും അല്ല, എൻ്റെ മോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. ആൻഡ് ദേ ആർ ദ റീസൺ ഫോർ ദിസ് കൈൻഡ് ഓഫ് ഇങ്ങനത്തെ സംഭവം. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു വാല്യൂ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. ആൻഡ് സ്കൂൾ ടീച്ചേഴ്സ് ഓൾസോ, ഞാൻ രണ്ട് സൈഡിലെയും കുറ്റം പറയും. കാരണം എന്താ വെച്ചാൽ ടീച്ചേഴ്സ് ആർ ഓൾസോ ലൈക്ക് ഓക്കെ ദേ ആർ ഗെറ്റിംഗ് മണി, ദേ ആർ ടേക്കിംഗ് ഇറ്റ്, അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആരും തന്നെ തയ്യാറുമല്ല. വീട്ടിലും ഈ പറഞ്ഞ പോലെ പേരൻസും ഒക്കെ വർക്കിംഗ് ആണ്, അവർക്ക് ഈ പറഞ്ഞ പോലെ ശ്രദ്ധയില്ല. എന്തെങ്കിലും കുറ്റം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മോൻ അങ്ങനെയല്ല, എൻ്റെ മോൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒത്തിരി പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ രണ്ട് സൈഡിലെയും മിസ്റ്റേക്സ് കാരണമാണ് ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾസോ ഇത് സ്കൂളിൽ നിന്ന് നടന്നതുകൊണ്ട് ഇതും ശരിക്കും ചെയ്തത് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ശരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്രൂരമായിട്ടാണല്ലേ തിങ്ക് ചെയ്യുന്ന ഇന്നത്തെ കാലത്തെ കുട്ടികൾ. അപ്പോൾ അതിൻ്റെ റീസൺ ശരിക്കും പറഞ്ഞാൽ പേരൻസ് ആണ്. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന പേരൻസ് ആണ്. സെക്കൻഡ് സ്കൂൾ അതോറിറ്റീസിൻ്റെ ആ ഒരു ഇൻഎഫിഷ്യൻസി എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇത്രയും വലിയൊരു റാഗിങ് സ്കൂളിൽ നടന്നിട്ട് അവരത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദെയർ ഫോൾട്ട്. ഇനി അറിഞ്ഞിട്ട് അത് ഒതുക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ എഗെയിൻ ഇറ്റ്സ് ദെയർ ഫോൾട്ട്. സോ എന്താ പറയുക, പേരൻസ് ആണെങ്കിൽ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ചിൽഡ്രൻ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടോയിൽ മക്കളെ കയറ്റി വിടുന്നു. ഞാൻ എൻ്റെ അനിയത്തിമാരോട് പോലും പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ കുട്ടികളെ ഓട്ടോയിലൊക്കെ വിടുന്നത്, ഇഫ് പോസിബിൾ നമ്മളെ കൊണ്ട് വിട്. ഈ ഇടയ്ക്ക് പോലും എൻ്റെ അനിയത്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും വിട്ടാക്കല്ലേ കുട്ടികളെ തന്നെ. ബിക്കോസ് ആരോ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ കൊണ്ട് വിട്ടു വന്നു. ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ. കാരണം കാലം മുൻപത്തെ പോലെ അല്ല, വി ഹാവ് ടു ബി വെരി കോഷ്യസ്. ഓക്കെ, അത് പക്ഷെ നമ്മൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പേടിയായി പോവാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ പോക്ക് കാണുമ്പോൾ. അത് ഓൺലി ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ക്യാൻ കറക്റ്റ് ദിസ്. സോ പ്ലീസ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ബീങ് എ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ബീങ് ഒരു സ്കൂൾ അതോറിറ്റി. എന്താ പറയുക, കുട്ടികളെ നല്ല വാല്യൂസൊക്കെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഓൾസോ ബീങ് എ പാരൻറ്റ് അവരെ നല്ല വഴിക്ക് നടത്താനായിട്ട് ശ്രമിക്കുക. വീട്ടിലാണെങ്കിലും ട്രൈ ടു എന്താ പറയുക ഇങ്ങനെ നല്ല കൾച്ചറൽ വാല്യൂ അല്ലെങ്കിൽ എന്താ പറയുക നല്ല മോറൽ വാല്യൂസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഭയങ്കര വിഷമം തോന്നിട്ടോ ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ. എന്തൊക്കെ മനസ്സിൽ എത്ര വിഷമം തോന്നിയിട്ടുണ്ടാവില്ലേ ആ ഒരു കുട്ടിക്ക്. 15 year old എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടീനേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് പ്ലീസ് ടേക്ക് ദ റെസ്പോൺസ്. ഇപ്പോൾ റെസ്റ്റ് റൂമിൻ്റെ അവിടെയൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്ത സ്കൂളിൽ റെസ്റ്റ് റൂമിൻ്റെ അവിടെയൊക്കെ ഒരു എന്താ പറയുക ഒരു കെയർ ടേക്കറെ വെക്കാറുണ്ട്. അത് ബോയ്സിൻ്റെ അവിടെ ആണെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ജെൻസിനെ നിർത്തും. ലേഡീസ് റെസ്റ്റ് റൂമിൻ്റെ മുന്നിലൊരു എന്താ പറയുക ലേഡി കെയർ ടേക്കറെ നമ്മൾ നിർത്താറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്കൂൾസിലും. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് എടുക്കുക. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളിൽ മോണിറ്റർ ചെയ്യാൻ എല്ലാവർക്കും കഴിയും. അതിനാണ് ഈ PT സാറും ബാക്കിയുള്ളവരൊക്കെ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ചൈൽഡ്. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുക, പേരൻസിനെ അറിയിക്കുക. ശിക്ഷിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണോ എന്നുണ്ടെങ്കിൽ ഇൻഫോം ദിയർ പേരൻസ്, ലീവ് ദെം. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കൂൾസ് പലരും ബിസിനസ്സായി ഒരു സ്റ്റുഡൻറ്റ് പോയ ഒരു കസ്റ്റമർ പോയ പോലെയാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ വേണ്ട. പ്രശ്നമുള്ള പിള്ളേരെ നമ്മൾ മാറ്റി നിർത്താം. പ്രശ്നമുള്ള പിള്ളേരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പാരൻസ് അത് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ്ക് ദം ടു ടേക്ക് ദെയർ വേർഡ്. നമുക്ക് വേണ്ടെന്ന് വയ്ക്കുക. ബാക്കിയുള്ള കുട്ടികളെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ദയവ് ചെയ്ത് ടീച്ചേഴ്സ് പ്ലീസ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ചൈൽഡ് വിച്ച് യു ആർ ഹാൻഡ്ലിങ്. ആൻഡ് ഓൾസോ പ്ലീസ് പാരൻസ് പ്ലീസ് ഹെൽപ്പ് ദം ടു റേസ് in good manners by എന്താ പറയുക ഗിവിങ് ദം ഗുഡ് അറ്റ്മോസ്ഫിയർ അറ്റ് ഹോം ആസ് വെൽ ആസ്
നല്ല വാല്യൂസൊക്കെ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തുക. ഇങ്ങനെ മറ്റൊരാളെ പോയി ഉപദ്രവിക്കുക, അതും കൂടെ എത്ര എൻജോയ് ചെയ്ത് കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ 15 ഇയേഴ്സൊക്കെ എന്ന് പറയുമ്പോൾ. ശരിക്കും ഞങ്ങൾക്കൊന്നും ഇത് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ആ പ്രായത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ കോലുമിഠായും പുളിമിഠായൊക്കെ കഴിച്ച് നടന്നിട്ടുള്ള പ്രായമാണ്. പക്ഷെ ഇന്നത്തെ പിള്ളേർ റാഗിങ്ങും, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നാം നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞയക്കുന്നത് ആലോചിക്കുമ്പോൾ. എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞയക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. സോ എനിവേ, പ്ലീസ്, ആൻഡ് ഓൾസോ ചിൽഡ്രൻ, സി ഈ 15 ഇയേഴ്സ് ആയാലും എത്ര വയസ്സായാലും ഹാവ് ഫൺ, ഓക്കെ? അതിൽ കൂടുതൽ നമുക്കൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞ പോലെ എത്ര ഫണ്ണായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ എത്ര നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ ഇത്രയും വികൃതമായ കാര്യങ്ങളിലോട്ട് നിങ്ങൾ എന്തിനാണ് ചെല്ലുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതെനിക്കൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്.